നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടി, പഠിത്തം പോലും പൂർത്തിയാകാത്ത അവളെ പോലൊരു പെൺകുട്ടി ആഗ്രഹിച്ചത് എന്റെ തെറ്റാണെന്ന് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ആശ്വാസമാണ് തോന്നുന്നത്. എങ്കിൽ പിന്നെ ഇന്ദുവിന്റെ കാര്യത്തിലും നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഇനി രാഹുലുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. അത് പകരം നമ്മൾ ഇന്ദുവിന് വേണ്ടി നല്ലൊരു പറ്റിയ ബന്ധം കണ്ടുപിടിക്കും. അതിനൊക്കെ സമയം എവിടെ സച്ചേട്ടാ? കല്യാണ തീയതി അടുത്തെത്തിയില്ലേ? ആ തീയതിക്ക് ഇനി എന്തായാലും കല്യാണം നടക്കില്ല സാവിത്രി. മാത്രമല്ല, നമ്മൾ ആരെയും ആ ഡേറ്റിൽ കല്യാണം ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ജോത്സ്യൻ അന്ന് പറഞ്ഞ സമയത്തെങ്കിലും കല്യാണം നടത്തണ്ടേ സച്ചേട്ടാ? ഇവളുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ കൂടി നോക്കണ്ടേ? അതിനൊക്കെയുള്ള സമയമുണ്ട് സാവിത്രി. ജോത്സ്യർ പറഞ്ഞത് വെച്ച് ഒരു 10-40 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനുള്ളിൽ എൻ്റെ മോൾക്ക് പറ്റിയൊരു വരണം ഞാൻ കണ്ടെത്തിയിരിക്കും. കല്യാണത്തിനാരും ക്ഷണിച്ചു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് വലിയ നാണക്കേടില്ല. കാര്യം അറിയുന്ന ആൾക്കാരുടെ ചോദ്യം നേരിട്ടാൽ മാത്രം മതി. എന്നാലും ശശിക്കും കുടുംബത്തിന് ഇതൊരു വലിയ അടി തന്നെയല്ലേ എടുക്കും. എന്നിട്ടും ഈ സുശീലോട് അവർ ക്ഷമിക്കാൻ കാണിച്ച മനസ്സ് സമ്മതിക്കണം. സച്ചി സാർ പറഞ്ഞതേ നേരിട്ട് കൊടുത്താൽ കുറഞ്ഞു പോവും, അതുകൊണ്ട് ദൈവം തന്നെ കൊടുത്തോട്ടെന്നാ. അത് ശരിയാ. ആ സ്ത്രീ ഇതെല്ലാം കൂടി താങ്ങുമെന്നാ. അത്രയും ചെയ്ത് കൂട്ടിയിട്ടില്ലേ? ഞാനൊന്ന് ഇറങ്ങട്ടെ അങ്ങളെ. അങ്ങളെപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക്? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ആവുന്നതനുസരിച്ച്. അല്ല, വീടിന് ചാവി ഇവിടെ വെച്ചേക്കുമല്ലോ അല്ലേ? വിജയൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും ഇനി അവളുടെ മക്കളുടെയും കൂടെ ഓണാഘോഷിക്കാം. അവളും കൊച്ചുമക്കളും ഇത്തവണ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുക. ആണോ? കുറെ കാലമായില്ലേ. അല്ല, അപ്പൊ ഓണത്തിന് പഞ്ചരത്തന്തി കാണില്ലല്ലേ? ഇല്ല രഘു, പിള്ളേരെന്നെ വിടില്ല. ആദ്യമായിട്ട് ഞാൻ അവരോട് ഓണം കൂടുന്നതാണ്. നമുക്ക് വേറെ ദിവസം കൂടാം, അന്ന് കലക്കാം. അപ്പൊ ശരി അങ്ങളെ, വന്നിട്ട് കാണാം. ഓക്കെ ശരി. ഓക്കെ ശരി. ഗോകുല് തന്നെ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് വലിയൊരു ആശ്വാസമായല്ലേ ചേച്ചി? അതെ, സത്യത്തിൽ നമ്മുടെ അച്ഛൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി സത്യങ്ങളുടെ വീട്ടിൽ പോകാനിരിക്കായിരുന്നു. അതെന്തായാലും വേണ്ടി വന്നില്ലല്ലോ. ഇനി ഇന്ദുവിന്റെ കല്യാണം വേറെ തടസ്സമൊന്നും ഇല്ലാതെ നടക്കായിരിക്കും അല്ലേ? ആ, നടക്കണം. ഇല്ലെങ്കിൽ അതെന്നും നമ്മുടെ കുടുംബത്തിനൊരു അപവാദമായിരിക്കും. എനിക്കെന്തോ ഇന്ദുവിന്റെ വുഡ് ബി ഇതിന്റെ പേരില പിന്മാറിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളൊരു ഡോക്ടറല്ലേ? ഗോകുല് മഞ്ചാടിയെ കല്യാണം കഴിക്കുന്നതിന്റെ പേരില് അയാൾ എന്തിനാ ഇന്ദുവായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന? ഇന്ദ്രേട്ടന്റെ അമ്മ വന്ന് പറഞ്ഞപ്പോ എനിക്കത് വിശ്വാസമില്ലായിരുന്നു. പിന്നെ ഗോകുല അത് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. അനുചേച്ചി, ഞാൻ മാമിനെ വിളിച്ചു. ഭാഗ്യത്തിന് മാം കോൾ എടുത്തു. ഞാൻ മാമിനോട് സംസാരിച്ചു ചേച്ചി. ഏത് മാമിനോട്? കോളേജിലെ പ്രിൻസിപ്പൽ മാഡം. ഇന്നാണല്ലോ ഞാൻ കോളേജിൽ പോവാന്ന് പറഞ്ഞേ. പോവാൻ പറ്റാത്ത സ്ഥിതിയില് ഞാനിനി വരില്ലാന്നെങ്ങനെ മാം വിചാരിച്ചാലോ? വിളിച്ചെന്തായാലും നന്നായി. എല്ലാരും ഇന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്താ വരാതിരുന്നെന്ന് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞേ? ട്രീറ്റ്മെന്റ് കഴിയാൻ
ഒരു 1 വീക്കും കൂടി എടുക്കുന്ന കള്ളം പറഞ്ഞു. ആഹാ മാം സമ്മതിച്ചു. അടിപൊളി. ഓണം വെക്കേഷൻ തുടങ്ങുമല്ലേ, ഇനി എന്തായാലും ഓണം കഴിഞ്ഞ് വന്നാ മതി എന്ന് മാം പറഞ്ഞു. അപ്പോഴേക്ക് അച്ഛനോട് പറഞ്ഞൊരു ഹോസ്റ്റൽ റെഡിയാക്കണം. ആ നിനക്കെല്ലാം കൊണ്ട് സന്തോഷായല്ലോ അല്ലേ? ഗോകുലുമായിട്ടുള്ള ബന്ധം ഒഴിഞ്ഞ സ്ഥിതിക്ക് രഘുവേട്ടൻ ഇനി അവരുടെ വാടക വീട് ചോദിക്കാനും പറ്റില്ല. ചേച്ചിയും രഘുവേട്ടനും വേറെ വീടെടുത്താലും ഞാൻ അവിടെ താമസിച്ച് പഠിക്കാൻ തയ്യാറാ. എന്റെ സന്തോഷം എനിക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ച ചേച്ചി. നിങ്ങൾ എല്ലാവരും കണ്ടോ, ഒരു 5 വർഷം കഴിയുമ്പോ അച്ഛനും ചേച്ചിമാർക്കൊക്കെ തോന്നും മഞ്ചാടി കല്യാണം കഴിക്കാതിരുന്നത് എത്ര നന്നായിന്ന്. പഠിച്ചൊരു IPS കാരി ആവണമെന്നാ ഇപ്പൊ എന്റെ ലക്ഷ്യം. ആഹാ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ഞാനത് നേടും. എനിക്കൊരു പോലീസ് ഓഫീസർ ആവണം, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പാവപ്പെട്ട പെൺകുട്ടികളെ ചീറ്റാൻ ശ്രമിക്കുന്ന എല്ലാരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. നല്ലതാ മോളെ, ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാവും. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും, അല്ലേ ചേച്ചി? ആ പഠിച്ച് വലിയ ആളൊക്കെ ആയിക്കോട്ടെ, പോലീസ് ഓഫീസറൊക്കെ ആവണോ നിനക്ക്? ഇപ്പൊ തന്നെ ഇവള് നമ്മളെ ഭരിക്കാൻ തുടങ്ങി. ഇനി പോലീസുകാരി കൂടി ആയാ നമുക്കല്ലേ ഇവളുടെ മുമ്പിലേ ഓച്ചാനിച്ച് നിക്കാനല്ലേ പറ്റൂ. എങ്ങനെയെങ്കിലും പ്രതിഭയുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ സുധന് വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടുമായിരുന്നു. എന്ത് ചെയ്യാം, അവനും യോഗമില്ല, അവന്റെ മോക്കും യോഗമില്ല. എന്നാലും ഇത്രയും ആരോഗ്യമുള്ള ഒരാള് ഒരസുഖവും ഇല്ലാതെ കിടന്ന കിടപ്പിൽ സ്ട്രോക്ക് വന്ന് മരിക്കാന്നൊക്കെ പറഞ്ഞാ നമ്മുടെ സുധനങ്ങളുടെ പ്രായം പോലും ആ മനുഷ്യനില്ലെന്ന്. ഇപ്പോഴും നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ച് കുടുംബം നോക്കുന്ന ആള്. അവരുടെ ബന്ധുക്കൾ മുഴുവൻ ഞെട്ടി നിൽക്കുക. ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം എന്തായാലും മുടങ്ങി. ഇനി 41 കഴിയാതെ അതിനെക്കുറിച്ച് ഒന്ന് എന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. അതൊക്കെ പണ്ട് അമ്മേ, ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ആ പയ്യൻ ഇനി 20 ദിവസം ലീവ് കൂടി ഉള്ളൂ. അവനെന്താ ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരിക്കൂ? അല്ല, അപ്പൊ അവൻ പോകുന്നതിന് മുമ്പ് കല്യാണത്തിന് തയ്യാറാവുന്നാണോ നീ പറയുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാ. നമ്മൾ പോയി സംസാരിച്ചപ്പോ പോലും അച്ഛന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആദ്യം തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ താലി കെട്ടാന്ന് അവൻ സമ്മതിച്ചായിരുന്നല്ലോ. ആ അവൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് അവളെ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയാ സുധനും മോളും രക്ഷപ്പെട്ടു എന്ന് പറയാം. സത്യനറിഞ്ഞു കാണുമോ എന്തോ. പ്രതിഭയുടെ വിവാഹം മുടങ്ങിയ കാര്യം നീ അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്തു പറ്റി ഈ അവസാന നിമിഷം മാരേജ് മുടങ്ങാൻ? അത് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചു. ഞാനും അമ്മയും കൂടെ അവിടെ പോയിരുന്നു. സുധന്റെയും മോളുടെയും കാര്യം വലിയ കഷ്ടമാ. ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് കല്യാണത്തിന് 2 ദിവസം മുമ്പ് അത് മുടങ്ങാന്ന് പറഞ്ഞാ എങ്ങനെ അത് സഹിക്കും? എനിക്ക് തന്നെ അത് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നു. അല്ല, അമ്മ എന്നു മുതലാ ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ വിഷമിക്കാനൊക്കെ തുടങ്ങിയത്? സാധാരണ ഇങ്ങനെ വല്ലതും കേട്ടാ അവർക്കത് കിട്ടണമെന്നാണല്ലോ പറയാറ്. അതേടാ, എന്റെ ശത്രുക്കൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സന്തോഷിക്കും. എന്നാ സുധനും അവന്റെ മകളും എനിക്ക് അങ്ങനെയല്ല. അവര് പാവങ്ങളാ, നല്ലവരാ. അത് നിനക്കും അറിയാലോ. ഹാ, ശത്രുക്കളാണെങ്കിൽ അമ്മ ചെന്ന് കല്യാണം മുടക്കുകയും ചെയ്യുമല്ലേ? സത്യ, നീ ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യമല്ല ഏട്ടാ. ഒരു മരണം നടന്ന് കല്യാണം മുടങ്ങിയതിന്റെ പേരില് മുതലക്കണ്ണീര് പൊഴിക്കുന്ന നമ്മുടെ അമ്മ ഈ അടുത്ത ദിവസങ്ങളിൽ മുടക്കിയതേ 2 കല്യാണങ്ങളാ. ഞാൻ കല്യാണം മുടക്കുന്നോ? ആരുടെ കല്യാണം ഞാൻ മുടക്കിയത്? ഇവന് ഭ്രാന്ത ഇന്ദിര. എനിക്ക് ഒരു ഭ്രാന്തും ഇല്ല. സച്ചിസാറിന്റെ മകൾ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങാൻ കാരണം അത് അമ്മയല്ലേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? അപ്പൊ ആ കല്യാണവും മുടങ്ങിയോ? നീ എങ്ങനെ സത്യം ഇതൊക്കെ ഇത്ര പെട്ടെന്ന് അറിയുന്നേ?
സച്ചി സാറിന്റെ മകള് നിന്നെ വിളിച്ച് പറഞ്ഞതാണോ? ആണോ? ആണോടാ? ഞാൻ കാരണം അത് മുടങ്ങിയെന്ന് പറയുന്നതിനേക്കാൾ ശരി നീ കാരണം അത് മുടങ്ങിയെന്ന് പറയുന്നതല്ലേടാ. സച്ചിയെ, നിന്നെ ആ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ടല്ലേ അയാളുടെ മോളെ വേണ്ടെന്നാ ഡോക്ടർ തീരുമാനിച്ചത്. മതി സത്യ, ഇതിനി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സച്ചി സാർ നിന്നോട് ഓഫീസിലൊന്ന് പറഞ്ഞെന്താ? ഇതിന്റെ പേരിൽ ഒരു വിഷമം നിനക്ക് വേണ്ടെന്നല്ലേ? പിന്നെ നിനക്കെന്താ? എന്റെ വിഷമം അമ്മ ചെയ്തു കൂട്ടുന്ന ഈ പാപങ്ങളുടെയൊക്കെ ശിക്ഷ അത് ഈ കുടുംബത്തിൽ തന്നെ വന്ന് വീടുകളെന്ന് ഓർത്തിട്ടാ. അടുത്ത തലമുറയ്ക്ക് പോലും അതിന് രക്ഷപ്പെടാനാവില്ല. ഇന്ദുന്റെ കല്യാണം മാത്രമല്ല ഏട്ടാ, ആ ഗോകുലിന്റെയും മഞ്ചാരിയുടെയും എൻഗേജ്മെന്റ് വരെ വേണ്ടെന്ന് വെച്ചു. അനന്തമാഷ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം അമ്മയല്ല നിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? പറ്റുമെന്ന്